ഹലോ ഗൈസ്, അങ്ങനെ ഹിമസാഗർ എക്സ്പ്രസ്സിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നീണ്ട 3 ദിവസത്തെ വാസത്തിന് ശേഷം പിള്ളേരൊക്കെ ട്രെയിനിൽ അടങ്ങി ഒതുങ്ങിയിരുന്നിട്ട് കയ്യും കാലും നിർത്താൻ വേണ്ടിയാണോന്നറിയില്ല, എടുത്ത് വെച്ച് ഓട്ടമായിരുന്നു. എൻ്റെ മകനൊക്കെ അവിടെ ഇറങ്ങിയ വഴിക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്ത് പ്രണവും ഉണ്ണിയും കൂടിയാണെങ്കിൽ നമുക്ക് ജമ്മു താവി ടു ശ്രീനഗറിലേക്ക് ഏതെങ്കിലും ക്യാബ് അവൈലബിൾ ആണോ, കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ പുറത്തേക്കൊന്ന് പോയി. അപ്പോൾ അത്രയും ലഗേജ് ഉള്ളതുകൊണ്ട് സജീവ് അവിടെ കെയർ ടേക്കറായിട്ട് നിന്നു. ഞാൻ പിന്നെ വീഡിയോ എടുപ്പായിട്ടൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. ശ്രീകുട്ടിയും സോനുമ്മയും കൂടി വാഷ്റൂമിലൊക്കെ പോയി വന്നു. വാഷ്റൂം ഭയങ്കര ശോകമാണ്. ഇതിലും മൊത്തം ട്രെയിനിലെ വാഷ്റൂമാണെന്ന് തോന്നിപ്പോയി. അങ്ങനെ അവിടെ നിന്നും ആശാന്മാർ തിരിച്ച് വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ഒരു ക്യാബ് സെറ്റായി അങ്ങോട്ടേക്ക് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇതാണ് പ്രീപെയ്ഡ് ക്യാബ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ആദ്യം തന്നെ കുറച്ച് പൈസ അടച്ച് ബുക്ക് ചെയ്യണം. ശരിക്കും നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ റിട്ടേൺ ക്യാബായിരുന്നു കുറച്ചുകൂടി ലാഭത്തിന് കിട്ടിയത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 9600 ആയിരുന്നു ജമ്മു താവി ടു ശ്രീനഗറിലേക്കുള്ള ക്യാബ് ഫെയർ. പിന്നെ ക്യാബ് ഡ്രൈവറിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഒരു ഹറിബറി ആയിരുന്നു. എന്നാലും ഓക്കെ. അങ്ങനെ നമ്മുടെ ക്യാബ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പം തന്നെ ടൈം ഏകദേശം ഒരു 12 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സമയമായി. വിശപ്പിൻ്റെ വിളി വന്നു ഗൈസ്, വിശപ്പിൻ്റെ വിളി വന്നു. കയ്യിലുള്ള സ്നാക്സൊക്കെ ഏകദേശം തീരാറായി. അപ്പം അതൊക്കെ വെച്ച് പിള്ളേർ ഓടിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമുക്കും എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി കയറി. ഈ ധാബയിലാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചില്ല കേട്ടോ. ഇങ്ങോട്ടേക്ക് കയറിയപ്പോൾ തന്നെ അവർ എന്ത് പറഞ്ഞു, കയറി നമ്മൾ ഓർഡർ ചെയ്തു. ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തത് ആ സമയത്തേക്ക്. അപ്പോൾ അവർ അരി ഇടാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ കണ്ടൊരു ധാബയാണിത്. ഇത് ശരിക്കും ഇവിടുത്തെ ഫുഡ് കൊള്ളത്തില്ലായിരുന്നു. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഫുഡ് വേസ്റ്റ് ഫുഡായിരുന്നു. അത് കഴിച്ച് തസക്കിള്ളി പോയിരിക്കുകയാണ് ശ്രീകുട്ടിക്ക് നല്ല 8ൻ്റെ പണിയാണ് കിട്ടിയത്. അങ്ങനെ ഫുഡും തട്ടി കുറച്ച് നേരം സെക്യൂരിറ്റി ചെക്കിങ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം ഒരു മണിക്കൂറോളം സമയം. ആ സമയത്ത് പിന്നെ ഫുഡ് അടിക്കാൻ കയറിയത് കൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. പിന്നെ കുറേ ടണലിലൂടെയൊക്കെ അങ്ങ് കയറി നമ്മൾ ഏകദേശം ഒരു 5-ലധികം ടണലുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് 9 കിലോമീറ്റർ ദൂരമുള്ളൊരു ടണലായിരുന്നു. അത് അത്യാവശ്യം ഫണ്ണായിരുന്നു. പിള്ളേരെ സംബന്ധിച്ച് അടിപൊളി, അവർ എൻജോയ് ചെയ്തു സൂപ്പറായിട്ട്. ടണലിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഡീഫോൾട്ടായിട്ട് ഇപ്പോൾ എൻ്റെ മക്കൾക്ക് കൂവലാണ് മുഖ്യം. അങ്ങനെ പോയി. ഇവിടെ വേറൊരു അടി കിട്ടി നമുക്ക്. അപ്പോൾ ആ സമയത്ത് ജമ്മു കാശ്മീരിൽ മഴ ആയതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡ്രൈവർ പറഞ്ഞു, ഈ റൂട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എത്തത്തില്ല, നമുക്ക് വേറൊരു റൂട്ട് പിടിക്കാമെന്ന് പറഞ്ഞ് പുള്ളി ഒരു ചെറിയ ഇടനാഴിയിലൂടെ, അതായത് ജമ്മു നഗരത്തിൻ്റെ ഹൃദയം എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, ഹൃദയം എന്ന് വിളിക്കാവുന്ന ഉൾപ്രദേശങ്ങളിലൂടെ ഒരു യാത്രയായിരുന്നു. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അവിടെ നമുക്ക് 8ൻ്റെ പണിയായിരുന്നു കിട്ടിയത്. അവിടെ ഇവിടെ കാണുന്നത് ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. ശരിക്കും നമ്മൾ പോകേണ്ട വഴിയായിരുന്നു അത്. അപ്പോൾ ഡീവിയേറ്റ് ചെയ്തെടുത്ത വഴിയാണിത്. ഇവിടെയും ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഒപ്പം റോഡ് പണിയും നടക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയി കുറേ ദൂരം പോയി ഗൈസ്. ശരിക്കും വൈകുന്നേരം ഒരു 6-6:30 ആകുമ്പോൾ എത്തേണ്ടിയിരുന്ന നമ്മൾ എത്തിയത് രാത്രി 10:30 ആയപ്പോഴാണ്. അങ്ങനെ ഡാൽ ലേക്കിലെത്തിയിരിക്കുന്നു. ഡാൽ ലേക്കിൽ ഇതുപോലുള്ള ഒരു ഹൗസ് ബോട്ടിലാണ് നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ എക്സൈറ്റഡ് കൊണ്ട് ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ഡാവിഡ് തണുപ്പായിരുന്നു പുറത്ത്. മഴയും കൂടി ഉള്ളത് കൊണ്ട് നല്ല തണുപ്പായിരുന്നു. അങ്ങനെ നമ്മളുടെ ഗേറ്റ് നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളെ ഹൗസ് ബോട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ചാടിക്കളിച്ച് അതിൽ കയറി.
സൈഡ് പിടിച്ചാൽ പോകുന്നു, കുഴപ്പമില്ല. അയ്യോ എന്റെ പൊന്നെ മെല്ലെ കൊള്ളാല്ലേ. വണ്ടിക്കല്ലേ എന്താണ് ചേട്ടാ സ്പീഡിൽ പോവും. അങ്ങനെ ഗുഡ് മോർണിംഗ് ആയിരിക്കുന്നു ഗൈസ്. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിക്കാനുള്ളൊരു വട്ടം കൂട്ടിയിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നൂച്ചന് എനിക്കൊരു ഡ്യൂട്ടി അസൈൻ ചെയ്തു പ്രണവ്. ഇന്നൂച്ചന് എന്തോ എടുക്കണം. അങ്ങനെ ഞാനും കൊച്ചും കൂടി റൂമിലേക്ക് പോവുകയാണ്. ഇന്നൂച്ചൻ അവിടെ വന്ന് അവൻ്റെ ടാസ്ക് അങ്ങോട്ട് ചെയ്തു. ഞാൻ ആ സമയത്ത് ചെറുതായി വീഡിയോ എടുപ്പൊക്കെ ആയി. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് ബ്രെഡ് ഓംലെറ്റ് ആയിരുന്നു. ബ്രെഡ് ഓംലെറ്റും ഉണ്ടായിരുന്നു. ഡാലിനെ കാണാൻ അടിപൊളിയായിരുന്നെങ്കിലും എനിക്കിവിടുത്തെ അതായത് ഈ ഹൗസ് ബോട്ടിലെ സ്റ്റേ അത്രയ്ക്ക് അങ്ങ് സൂചിച്ചില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ പുള്ളിയുടെ ഭയങ്കരമായ ചിട്ടവട്ടങ്ങളായിരുന്നു, ഭയങ്കര റൂൾസ്. നമുക്ക് നൈറ്റ് എത്തിയ നമ്മളോട് വേഗം ഫുഡ് കഴിച്ച് കിടക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതാദ്യം എടുത്തത് ഞങ്ങൾക്ക് ഉറങ്ങണം ആ ഒരു സെൻസിലായിരുന്നു. കുഴപ്പമില്ല എന്ന രീതിയിലെടുത്ത് ഓക്കെ പറഞ്ഞു. പക്ഷെ രാവിലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരും ഒരു 6:30 ആയപ്പോഴത്തേക്കിനും വന്നപ്പോൾ ഡോറ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു മെയിൻ ഡോർ ഓപ്പൺ ആക്കുന്നത് 9:30 ഉള്ളൂ എന്ന് പറഞ്ഞു. 9:30 മെയിൻ ഡോർ ഓപ്പൺ ആക്കുള്ളൂ എന്ന് പറഞ്ഞാലും കൃത്യം 8:30 ആയപ്പോൾ തന്നെ പവർ ഓഫായിരുന്നു. അപ്പോൾ എൻ്റെ ഫോണാണെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാറ്ററി ഡ്രോപ്പ് ആവുകയും ചെയ്തു. കാണാനൊക്കെ അടിപൊളിയാണെങ്കിലും പക്ഷേ നമുക്ക് ഈ കിട്ടിയൊരു എന്താ പറയുക, നമ്മളോടുള്ളൊരു അപ്രോച്ച് ശരിയല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ സ്ഥലം അത്ര ഇഷ്ടപ്പെട്ടില്ല. റൂമിലാണെങ്കിലും 2 കോട്ടുണ്ട്, ഒരു സിംഗിൾ കോട്ടും ഒരു ക്വീൻ സൈസ് കോട്ടും. പിന്നെ ബാത്റൂമാണെങ്കിൽ ബാത്ത് ടബൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഫ്ലോറിലൊന്നും വെള്ളം വീഴ്ത്താതെ കുളിക്കണം എന്നൊക്കെയായിരുന്നു ഇവിടുത്തെ റൂൾസ്. അങ്ങനെ ഒരു ശരിക്കും ഒരു നല്ല മെമ്മറി എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല. ഈ കാണുന്നൊരു ആംബുലൻസ് അത് ഭാഗമായിരുന്നു, പക്ഷെ അവരുടെ ഒരു വേ ഓഫ് അപ്രോച്ച് ടുവേർഡ്സ് ഗസ്റ്റ് അതൊരു എന്താ പറയുക അത്ര സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. പിന്നെ ശിക്കാര വെള്ളം വന്നു. ശരിക്കും നമ്മൾ 3 ഫാമിലി ഉള്ളത് കൊണ്ട് 2 വെള്ളം എടുക്കേണ്ടി വന്നു. ഒറ്റ വെള്ളത്തിൽ 2 ഫാമിലീസ് മാത്രമേ 4 അഡൽട്ട്സ് മാത്രമേ ഇരിക്കാവൂ എന്നവർ പറഞ്ഞു. എന്നാൽ ഡൽ ലേക്കിലൂടെയുള്ള ഒരു ശിക്കാര റൈഡ് അത് ഭാവമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പക്ഷെ നമുക്ക് കിട്ടിയത് ഇതിൻ്റെ അതായത് ഹൗസ് ബോട്ട് സ്റ്റേയിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഷിക്കാര റൈഡായിരുന്നു. അത് ഒരു 1 hour ആയിരുന്നു. ശരിക്കും ഡാലിലേക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ഔട്ട് ചെയ്യണം. പിന്നെ ഈ ഒരു റൈഡിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഷോപ്പിംഗ്, ഇതും ശരിക്കും ഡാൽ ലേക്കിൽ തന്നെയുള്ളൊരു ഷോപ്പിംഗ് സെൻ്ററാണ്. ഇവിടെ കാശ്മീരി പശ്മിന ഷോൾസ് അങ്ങനെ കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസാണുള്ളത്. ഇവിടെ നിന്ന് ഒരു ഷോ എടുത്തു, വേറൊന്നും വാങ്ങിയില്ല. അങ്ങനെ ഈ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അടുത്തത് ട്യൂലിപ്സ് ഗാർഡനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. Price like a hot cake, cheap and best. 800. ഫുള്ള് ഗാർഡനാണ്. ഗാർഡൻ ആപ്പിളാണ് നോക്കാം, അറിയില്ല. ഹായ് പിന്നെ എന്തോരം ആൾക്കാരാണെന്ന് നമ്മൾ ഇവിടെ ലേക്കിലൂടെ ലേക്കിൽ നമുക്ക് ധാരാളം ചിക്കാരി വള്ളങ്ങൾ, ഓരോ വള്ളത്തിലും നിറയെ ആൾക്കാരും. വള്ളത്തിൽ കയറാൻ ഒരുപാട് പൈസയും ആവശ്യമാണ്. കോംപ്ലിമെൻ്ററി റൈഡ് വേറെ ഉണ്ടായിട്ടുണ്ട്. നല്ല റൈഡ് പോകണമെങ്കിൽ ഒരുപാട് കാശും കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ മലയാളികൾ ആയതുകൊണ്ട് തന്നെ കോംപ്ലിമെൻ്ററി റൈഡിൽ എല്ലാ പരിപാടികളും ഒതുക്കിയിരിക്കുന്നു.
മറ്റൊരു ശിഖാരി വള്ളങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ. ഗൈസ് അങ്ങനെ നമ്മളുടെ ഡാൽ ലേക്ക് റൈഡ് കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് പോകാനുള്ളത് ടുലിപ്സ് ഗാർഡനിലേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് എൻ്റെ ഫോണുണ്ട്, ഉണ്ണിയുടെ ഫോൺ പാക്കേജ് ക്യാബ് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ക്യാബിൽ കയറി നേരെ ടുലിപ്സ് ഗാർഡനിലേക്ക് പോവുകയാണ്.